മാസപ്പടി കേസിലെ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത നീക്കത്തിലേക്ക് കടക്കുന്നു. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, CMRL ഉടമ ശശിധരൻ കർത്ത എന്നിവരെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതോടെ കേസിൽ ഇതുവരെ ഉയർന്നുവന്ന മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ഒന്നൊന്നായി പുറത്തുവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചോദ്യം ചെയ്യലുകളിൽ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ വീണ വിജയൻ പ്രയോഗിച്ച എല്ലാ കാര്യങ്ങളും അച്ഛനറിയാം എന്ന തന്ത്രമാണ് ഇപ്പോൾ പിണറായി വിജയന് തന്നെ തിരിച്ചടിയായിരിക്കുന്നത്. സാമ്പത്തിക തീരുമാനങ്ങളുടെയും സേവന കരാറുകളുടെയും യാഥാർത്ഥ്യം അറിയാവുന്നത് പിണറായിക്കാണെന്ന മകളുടെ മൊഴി ED പൂർണ്ണമായും രേഖപ്പെടുത്തി കഴിഞ്ഞു. മകൾ തന്നെ അച്ഛനിലേക്ക് വിരൽ ചൂണ്ടിയ അപൂർവമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് പിണറായി എത്തി നിൽക്കുന്നത്. മറുഭാഗത്ത് CMRL കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിനും വ്യവസായ ആവശ്യങ്ങൾക്കുമായി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ടെന്ന കർത്തയുടെ മുൻമൊഴികളും EDയുടെ കൈവശമുണ്ട്. എന്നാൽ എക്സാലോജിക്കിന് നൽകാത്ത സേവനങ്ങൾക്കായി കോടികൾ കൈമാറിയത് ഏത് സാഹചര്യത്തിലാണെന്ന് വ്യക്തമാക്കാൻ കർത്തയ്ക്കും സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് 3 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള പ്ലാൻ ED തയ്യാറാക്കിയത്. 3 പേരെയും ഒരേ മുറിയിലിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ പരസ്പര ബന്ധമില്ലാത്ത മൊഴികളും വ്യാജവാദങ്ങളും മിനിറ്റുകൾക്കകം പൊളിയുമെന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത്. ഒരാൾ പറയുന്ന മറുപടിയെ തൊട്ടടുത്ത നിമിഷം മറ്റൊരാളെ കൊണ്ട് തിരുത്തിക്കുന്ന ഈ ഫേസ് ടു ഫേസ് ചോദ്യം ചെയ്യൽ രീതിയിൽ കള്ളക്കളികൾ പൂർണ്ണമായും വെളിച്ചത്തു വരും. ഭരണസ്വാധീനം ഉപയോഗിച്ച് എക്സാലോജിക് കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തോ എന്നും അതിന് പകരമായിട്ടാണോ മാസപ്പടിയായി തുക മകളുടെ അക്കൗണ്ടിൽ എത്തിയത് എന്നുമുള്ള ചോദ്യങ്ങൾക്ക് പിണറായി വിജയൻ നേരിട്ടുത്തരം നൽകേണ്ടി വരും. മകൾ നൽകിയ മൊഴിയും കർത്ത നൽകിയ വിവരങ്ങളും പിണറായിക്ക് മുന്നിൽ വെക്കുമ്പോൾ അദ്ദേഹത്തിന് ഒഴിഞ്ഞുമാറുക അസാധ്യമാകും. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി സ്വന്തം മകളെ സംരക്ഷിക്കാനും അതേസമയം സ്വന്തം രാഷ്ട്രീയ ഭാവി നിലനിർത്താനും നെട്ടോട്ടമോടുന്ന പിണറായി എന്ന അച്ഛന് ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. മകളുടെ മൊഴി അച്ഛന് നിയമക്കുരുക്കായി മാറിയതോടെ വ്യക്തിപരമായ സങ്കടവും രാഷ്ട്രീയ തകർച്ചയും ഒരുപോലെ അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. കേസിൽ ED പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചോദ്യം ചെയ്യലിന് ശേഷമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ പ്രതിപക്ഷ നേതാവ് പദവിയിൽ തുടരാൻ പിണറായിക്ക് സാധിക്കില്ല. സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ പോരാടേണ്ട പ്രതിപക്ഷ നേതാവ് തന്നെ സാമ്പത്തിക ക്രമക്കേടിൽ കുരുങ്ങുന്നത് CPM-നും വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. EDയുടെ വരാനിരിക്കുന്ന സമൻസുകളെ പ്രതിരോധിക്കാൻ രാജ്യത്തെ മുൻനിര നിയമവിദഗ്ധരിൽ നിന്ന് പിണറായി വിജയൻ നിയമോപദേശം തേടിക്കഴിഞ്ഞു. സുപ്രീം കോടതിയെ സമീപിച്ച് ചോദ്യം ചെയ്യലിൽ നിന്നും താൽക്കാലിക സംരക്ഷണം നേടാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നേതാക്കളെ വേട്ടയാടുകയാണെന്ന പരമ്പരാഗത രാഷ്ട്രീയ പ്രതിരോധമുയർത്താൻ CPM തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തിക തെളിവുകളും ബാങ്ക് രേഖകളും ED നിരത്തുമ്പോൾ ആ വാദങ്ങൾ എത്രത്തോളം ജനങ്ങൾക്കിടയിൽ വിലപോകുമെന്നതിൽ സംശയമുണ്ട്. വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെയും ഡൽഹിയിലെയും ED ഓഫീസുകളിൽ നടക്കാൻ പോകുന്ന ഈ നിർണായക ചോദ്യം ചെയ്യൽ കേരള രാഷ്ട്രീയത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള വൻ കൊടുങ്കാറ്റായിരിക്കും വഴി തുറക്കുക എന്നുറപ്പായി കഴിഞ്ഞു.